ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. പഴയൊരു പാട്ടാണ്. ഇത് ഓർക്കാൻ കാരണം ഈ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. ആരോഗ്യ പ്രവർത്തകരാണ്. അങ്ങനെ സ്ഥിരം ജീവനക്കാരൊന്നുമല്ല. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത്. മിക്കവാറും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകരാണ്. അവർ ഡോക്ടർമാരുമല്ല, നഴ്സുമാരുമല്ല. ചെറിയ ശമ്പളം മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു വിഭാഗക്കാരാണ് ഈ ആശമാർ. ഇവരെ ഇപ്പോൾ ചെറിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കുക സമരം ചെയ്യുക. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇന്ന് സമരം 14-ാം ദിവസമാണ്. മന്ത്രി വീണ ജോർജ് വലിയ വാഗ്ദാടിയോടുകൂടി പല കാര്യങ്ങളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആശമാർക്ക് അത് ബോധ്യമാവുന്നില്ല. അതുപോലെ കേൾവിക്കാർക്കും ബോധ്യമാവുന്നില്ല. എന്തിന് ഭരണമുന്നണിയിലുള്ള കക്ഷികൾക്ക് പോലും ബോധ്യമാവുന്നില്ല. ആശമാരുടെ സമരം വളരെ ന്യായമാണ്, അത് ഒത്തീർപ്പാക്കണമെന്നാണ് സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞു. KPCC കാര്യം പ്രത്യേകം പറഞ്ഞല്ലോ. കെ സുധാകരനെ പോലുള്ള നേതാക്കന്മാരൊക്കെ അവിടെ ചേർന്ന് ഇവരുടെ സമരത്തിൽ എരുതിയിലെ എണ്ണ ഒഴിക്കുന്ന പരിപാടി ഒരു ഭാഗത്ത് കൂടി നടക്കുന്നുണ്ട്. പിന്നെ ദിവാകരൻ പറഞ്ഞു ഇവരുടെ പ്രശ്നം ഉടനെ പരിഹരിക്കണം, ഈ സമരം ഒത്തീർപ്പാക്കണം. ഇങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീ ജീവനക്കാർ സമരം ചെയ്യുന്നത് നമ്മുടെ ഇടതുപക്ഷ ധാർമ്മികതയ്ക്ക് സദാചാരത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല. PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടാമെങ്കിൽ, ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ ശമ്പളം കൂട്ടാമെങ്കിൽ, മന്ത്രിമാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ പുതുതായിട്ട് അനുവദിക്കാമെങ്കിൽ, ഈ പാവങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്നാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളടക്കം ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്താ പറയുക, ഈ ഗതകബളിതം എൻ്റെ കർണയുഗ്മം വദനവിഭൂഷണം മാത്രമായി ചമഞ്ഞു എന്ന് പറഞ്ഞ രീതിയിലാണ് സർക്കാരിൻ്റെ നിലപാട്. മന്ത്രി വീണ ജോർജ് മൈൻഡ് ചെയ്യുന്നില്ല. കാരണഭൂതനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്ക് വേറെ എന്തൊക്കെ തിരക്കുകളുണ്ട് ഇല്ലേ. ഇതേ സമയത്ത് തന്നെ ഈ നിക്ഷേപക ഉച്ചകോടി നടക്കുന്നുണ്ട്. ഒരുപാട് നിക്ഷേപകന്മാർ കേരളത്തിൽ പണം നിക്ഷേപിക്കാൻ എന്താ മാർഗമെന്ന് അന്വേഷിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ട്. യൂസഫ് അലിയുണ്ട്, പിന്നെ രവിപ്പിള്ളയുണ്ട്, മറ്റു പല ആളുകളുമുണ്ട്. ഇവരൊക്കെ ചാക്ക് കണക്കിന് പണവുമായിട്ട് കേരളത്തിൽ നിക്ഷേപിച്ച് ലോകത്തെ സുരക്ഷിതമാക്കണം, കേരളത്തെ വ്യവസായ സൗഹൃദമാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നിന്ന് നടക്കും. അതേസമയത്ത് ഈ പാവങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യും. ഇത് എന്തൊരു വലിയ വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ചു. അതേ സമയത്ത് തന്നെ ഇടതുപക്ഷ സർക്കാർ, UDF ആണെങ്കിൽ പോട്ടെന്ന് പറയാം, ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് മേനി നടിക്കുന്ന ആളുകൾ ഇത് കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്തത്. ഈ ആശാ വർക്കേഴ്സ് വേണമെങ്കിൽ ഡൽഹിയിൽ പോയിട്ട്, ഇപ്പോൾ അവിടെ സമരം ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ്, ഫെബ്രുവരി മാസമാണ്, അവിടെ പോയി സമരം ചെയ്യട്ടെ എന്ന നിലപാടിലും എത്തിച്ചേർന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കേന്ദ്രം കേന്ദ്രത്തെയും കുറ്റം പറയുന്ന കാലം UDF LDF UDFനെയും കുറ്റം പറയും. പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അവരുടെ സമരം 14-ാം ദിവസത്തേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ വലിയ മാധ്യമ ശ്രദ്ധ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ മുഴുവനും സർക്കാരിനെ മാനഹാനിപ്പെടുത്താനും മാനഭംഗപ്പെടുത്താനും വേണ്ടിയിട്ട് ഈ ആശാമാരുടെ സമരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിക്ഷേപക സംഗമത്തിന്, നിക്ഷേപക ഉച്ചകോടിക്ക് കിട്ടിയേക്കാളും വലിയ വാർത്താ പ്രാധാന്യം തീർച്ചയായിട്ടും ആശാ സമരത്തിനാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ PSC മെമ്പർമാരുടെ ചെയർമാൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചു, അതിന് വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ സർക്കാർ വക്കീലന്മാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിൽ ഒരുപാട് പേർക്ക് കണ്ണിക്കടിയുണ്ട്. പിന്നെ തോമസ് മാഷ് പാവം ഈ വയസ്സുകാലത്ത് കേരള സർക്കാരിനെ സഹായിക്കാനും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഡൽഹിയിൽ പോയിട്ട് കൊടും ചൂട്, അതുപോലെ ഭയങ്കരമായ തണുപ്പൊക്കെ സഹിച്ച് അവിടെ സർക്കാരിന് വേണ്ടി ലൈസൺ വർക്ക് നടത്തുന്ന ആളാണ്. പുള്ളിയെ ആ സ്ഥാനത്ത് നിയമിച്ചതിൽ വിഷമമുള്ള ആളുകളുണ്ട്. പുള്ളിയുടെ ശമ്പളം അല്ലെങ്കിൽ യാത്രപ്പടിയിൽ ചെറിയ വർധനമുണ്ടാക്കിയതിന് അതിലും വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും കാരണഭൂതൻ ഗൗനിച്ചിട്ടില്ല, ഗൗനിക്കുകയില്ല. ആശാ വർക്കർമാർ കുറച്ച് ദിവസം കഴിയും ഈ കൊടിയും ചുരുട്ടി പന്തലും പൊളിച്ച് വീട്ടിൽ പോകും എന്നാണ് പുള്ളിയുടെ പ്രതീക്ഷ. മാത്രവുമല്ല, ഇങ്ങനെ സമരം ചെയ്യുന്ന ആളുകളുടെയൊക്കെ പേരുവിവരം ആരോഗ്യവകുപ്പ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇവരെയൊക്കെ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. പണ്ട് ജയലളിത സമരം ചെയ്ത സർക്കാർ ജോലിക്കാരെ മുഴുവനും നോട്ടീസില്ലാതെ പിരിച്ചുവിട്ട സംഭവമുണ്ട്. പിന്നെ സർക്കാർ ജീവനക്കാരെ ആകെ വിഷമിച്ചു പോയി. അവർ പിന്നെ സുപ്രീം കോടതി വരെ കേസ് നടത്തി. സുപ്രീം കോടതി പറഞ്ഞ് നിങ്ങൾ മാപ്പെഴുതി കൊടുക്കാമെങ്കിൽ തിരിച്ചെടുക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കും എന്നാണ്. അങ്ങനെ മാപ്പെഴുതി കൊടുത്ത് അമ്മയുടെ കാല് കഴുകിയ വെള്ളം കുടിച്ചിട്ടാണ് ഈ സർക്കാർ ജീവനക്കാർ പിന്നെ ജോലിക്ക് കയറുന്നത്.
പക്ഷേ അത് ബാലകൃഷ്ണപിള്ള പറഞ്ഞ പോലെ തമിഴ്നാട് ഭരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ പിണറായി സഖാവോ വീണ സഖാവോ അങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും പേര് ഇവരെ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ പിരിച്ചു വിട്ടാൽ വിട്ടത് തന്നെയാണ്. പിന്നെ വേറെ ജോലി ഉണ്ടാവില്ല. പിന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ, പുതിയ സമരം തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ആശമാരുടെ നിരാശയെക്കുറിച്ച് മനോരമ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളുമൊക്കെ അടുത്ത ദിവസങ്ങളിൽ എഴുതും. ഇടതു മുന്നണിക്കകത്ത് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും 5 നയ പൈസ കൂട്ടി കൊടുക്കില്ല. കാരണം സർക്കാർ, കേരള സംസ്ഥാനം വലിയ കടക്കണിയിലാണ്. സമ്പദ് വ്യവസ്ഥ ആകെ കുഴപ്പത്തിലാണ്. മന്ത്രി ബാലഗോപാലിന് ചാർമിനാർ മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ വിഷമിക്കുകയാണ്. ഇതാണ് അവസ്ഥ. എം പി രാജേഷിന് ഈ മൂക്കിപ്പൊടി വാങ്ങിക്കാൻ പൈസയില്ല. പിന്നെ ഭാര്യ സർവകലാശാല അധ്യാപിക ആയതുകൊണ്ടാണ് പുള്ളിയെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ വിഷമിച്ചു പോയത്. പി രാജീവിൻ്റെ ഭാര്യയുടെ സ്ഥിതി ഇത് തന്നെയാണ്. ഈ സഖാക്കളൊക്കെ ഭാര്യമാരെ ജോലിക്ക് കയറ്റുന്നതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഇവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. മന്ത്രിമാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിണതികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്ത് ഈ ആശാ വർക്കർമാർ സ്വയം സമരം പിൻവലിച്ച് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ വേണ്ടി യത്നിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവരെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി സമരത്തിന് ഇറക്കിയ ആളുകൾക്ക് ഒന്നും അറിയാഞ്ഞിട്ടല്ല. അവർ ഈ പാവങ്ങളെ കൊണ്ട് സമരം ചെയ്യിച്ച് അതിൻ്റെ ഖ്യാതി അടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന്, ഈ നിരാശാഭരിതരായ രാഷ്ട്രീയക്കാരിൽ നിന്ന് ആശാ വർക്കേഴ്സിനെ ദൈവം തമ്പുരാൻ രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.